ഞാൻ ചെരുപ്പെടുക്കണ്ട, ഞാൻ ചെരുപ്പെടുക്കാം. ഇതാണോ വിന്റേജ് സെൻസ്? ഇത് രസമുണ്ട്. ഫോട്ടോ അല്ല, ഇത് വീഡിയോ ആണ്. ഈ ചെങ്ങായി ഇവിടെ വന്നിട്ടേ 1 മണിക്കൂറായിരിക്കണു. വിന്റേജ് അടുത്ത എങ്ങട്ടാ? ഇത് വലിയ കുട എടുത്തില്ലേ? ഞാൻ നോക്കാം, ചെറിയ കുട നമുക്ക് പോലെ നമ്മള് നമ്മളെങ്ങോട്ടാ പോണേ? പൊടിയണിച്ചോല എവിടെ? ഹണ്ടിങ് നമുക്ക് വീണ് ശ്രദ്ധിക്കണേ, വൈക്ക് വീഴും, ശ്രദ്ധിക്കണം. എടാ എനിക്ക് തോന്നുന്നു ഇവിടെ ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യണില്ല കേട്ടോ. ഹിഡൻ സ്പോട്ടാണ്. മതിടാ. എങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട്? ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്? ടേസ്റ്റിയാ? യമ്മി. ഈ പാടത്തില്ലേ, ഈ പാടത്ത് നമ്മള് ഫുട്ബോൾ കളിച്ചിരുന്നു. അങ്ങോട്ട് അവിടെ എവിടെ അറിയോ? ആ കണ്ടത്തില്ലേ പണ്ട് നമ്മള് ഫുട്ബോൾ കളിച്ചു. എന്ത് ഇവിടെ വിളിക്കണത്? ഈ പാടത്തൊക്കെ വെള്ളം കയറുമോ? പണ്ട് ഇവിടെ നമ്മള് മീൻ പിടിക്കാൻ വന്നിരുന്നു. എനിക്ക് ഓർമ്മ ഉണ്ടോ? കുരുത്തി വെച്ചത്. അൻഷാദ് 2K കിഡ് ആ സമയത്ത്. ഇവിടെ നാട്ടിലുണ്ട് എന്നുള്ള നമുക്ക് അറിയണില്ലല്ലോ. അന്നെ 2 ദിവസം മുന്നേ ഞാൻ വിളിച്ചപ്പോ ഇവിടെ കോഴിക്കോടോ വടകരെ. എടാ ഇവിടൊക്കെ എന്താ സംഭവിച്ചോണല്ലോ? ഇതൊക്കെ എന്താ കാട് വെട്ടിയതാണോ അതോ തൊഴിലുറപ്പാണോ അതോ JCB വന്നിട്ട് ശരിയാക്കിയതാ അതോ മണ്ണിടിച്ചിലാണോ? ആൾക്കാർ പാസിംഗ് കുറവായതുകൊണ്ട് കാട് മൂടിക്കും. ഹെവി ഡേഞ്ചറാണ് ഇതിലെ പോണത്. ഇവിടെ പാമ്പുകളുണ്ടാവും കേട്ടോ. കഴിഞ്ഞ സീസണിൽ നമ്മളിവിടെ വന്നിട്ട് കുറേ വീഡിയോസ് ഒക്കെ എടുത്തിരുന്നു. നമുക്ക് പോവാനുള്ളത് ഒരു 500 കിലോമീറ്റർ അപ്പുറത്താണ്. എങ്ങനെ പോകും? ഫുൾ ഡേഞ്ചറസ്. നമ്മൾ ആ കാണുന്ന മല അങ്ങോട്ട് ഭൂമി കാണുന്ന മലന്റെ മേലേക്കാണ് നമുക്ക് പോകാനുള്ളത്. അവിടെയാണ് പൊടിണിച്ചോല. അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നമ്മുടെ ചോലയുടെ ഒരു പാർട്ടാണിത്. നമ്മൾ നടക്കുന്ന വഴിയൊക്കെ എടുക്കും. ഫോട്ടോ എടുത്തോ?
ഞാൻ കുടിക്കണോ? വേണ്ട. ആരും നടന്നു പോകാത്തോണ്ടേ വഴിയില്ല. വേറെ ഏതെങ്കിലും വഴി പിടിക്കണോ? ഏത് വേറെ ഏതെങ്കിലും വഴി പിടിക്കണോ? വേറെ ഏത് വഴി? ഇത് അങ്ങോട്ട് ദുഷ്കരാണ്. ഇതെന്താ വെച്ചാലേ നമ്മള് റിസ്ക് എടുക്കണല്ലോ, നമ്മള് ട്രക്കിങ്ങിന് വേണ്ടി ഇറങ്ങി. ആ നമുക്ക് പോവാ. ഓ ഷേക്കിംഗ് ഒക്കെ ഉണ്ടാവും ചെറിയ. അതത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ അടുത്ത് പറയണല്ലേ എപ്പോഴും. ഓടോ ബ്രഹ്മയുഗം. ഇതാണ് ബ്രഹ്മയുഗം. ആ വീടാ? കഥ എനിക്കറിയില്ല. അറിയാം. നിങ്ങൾക്ക് ഒരുപാട് ചരിത്രങ്ങൾ, ഉറങ്ങി കിടക്കുന്ന ചരിത്രങ്ങളുള്ള സ്ഥലമാണ്. എന്താണ് ചരിത്രം? അതാണ് അറിയാത്തത്. നടന്നോ? അങ്ങനെ നമ്മള് ലൊക്കേഷൻ ഓൾമോസ്റ്റ് അടുത്തെത്തിയിരിക്കുന്നു. 3 എണ്ണം കൂടി ഉണ്ട്. 3 എണ്ണം നീ കഴിക്ക്. നല്ല പുളിയാണത്. എന്നാ ഒന്ന് ഞാൻ കഴിച്ചോളാം. ഞാൻ കഴിച്ചോളാം. താ ഇത് പഴുത്താ? ഇതാണ് കുറച്ചും കൂടി നല്ലതും. വേണ്ട യെസ്. എടാ അത് പ്രോബയോട്ടിനാണ്. പ്രോബയോട്ടിൻ മൊത്തം നമ്മളിവിടെ വലിയൊരു വാട്ടർഫാൾസ് ഉണ്ട്. ആ വാട്ടർഫാൾസ് കാണാനാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സൗണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ കേൾക്കാം. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. എന്ത് അംഗനവാടി പഠിച്ചതാ? ഓ ഈ പടല്ല അംഗനവാടിയിലാണ് പഠിച്ചത്. അവിടെ എല്ലാം ആളുണ്ടോ? സ്ലിപ്പറിയാണ് സ്ലിപ്പറി. Wow, beautiful.
അതെ കാണുന്നില്ല ഈ ബ്യൂട്ടി. കുടുങ്ങി, കാല് കുടുങ്ങി. ചെരുപ്പ് പോയി. ഞാൻ ചെരുപ്പ് എടുക്കണ്ട, ഞാൻ ചെരുപ്പ് എടുക്കാം. അടുത്ത ചെരുപ്പ് എനിക്ക് ഈ പാറമിക്ക് ചാടി വന്നു. ഞങ്ങൾ പഠിച്ച അംഗനവാടി. ഹലോ, ഇത് എത്ര കൊല്ലായിട്ടുണ്ടാവും ഇവിടെ? ഹലോ. കൊല്ലോ എനിക്കിപ്പോ 29 വർഷമായി. സോ ഒരു 10-35 കൊല്ലായിട്ടുണ്ടാവും. അതുക്കും മേലെ ടീച്ചർ ഉണ്ടാവും. ഇവിടുത്തെ ടീച്ചർ റിട്ടയർഡ് ആയോ? ഇല്ലില്ല, സെക്കൻഡ് ടീച്ചർ തന്നെ. അന്നത്തെ ടീച്ചർ തന്നെ. അന്നത്തെ ടീച്ചർ തന്നെ. നോക്ക് അവിടെ ഒരു ഹോള്. ഇതെന്തിനുള്ള ഹോളാ? വെള്ളം പോലെ. ഒരു മാറ്റമില്ല. നമുക്ക് എന്തായിരുന്നു അന്ന് പഠിക്കാം. ഇപ്പൊ ബിരിയാണി തുടങ്ങിയിട്ടുണ്ടല്ലേ അംഗനവാടിയിൽ? ബിരിയാണി ചിക്കൻ ഇല്ലാത്ത ബിരിയാണിയാണ്. ഹലോ, മുട്ടല്ലേ? മുട്ട ബിരിയാണിയാണ് തോന്നുന്നുണ്ട്, എന്താ അറിയില്ല. മുംബൈ ഇത് മാത്രം പഴയ പോലെ തന്നെ നിൽക്കുന്നുണ്ടല്ലേ? ആൾക്കാരെ പിന്നെ കടിക്കാൻ ആ അവിടെ റോഡ് കണ്ടടാ, ആ റോഡിലേക്ക് നമുക്ക് എത്താം. എന്തേ വഴി തീർന്നോ? ഇതിലെ പോയോക്കാം. അവിടുത്തെ കാക്ക വെച്ച് എങ്ങനെ പറഞ്ഞായി നമ്മള് സ്ഥലക്കച്ചവടത്തിന് വന്നാണ് അമ്മായി, അല്ലെങ്കിൽ മരക്കച്ചവടത്തിന്. അൻഷാദ് അവായി ചെരുപ്പും ഇത് കിട്ടാണ്ട് 70 ഉറുപ്പിന്റെ ചെരുപ്പ് കിട്ടുന്നുണ്ട് റിയൽ എസ്റ്റേറ്റിന്ന്. 60 ഉറുപ്പ്യ വേണ്ട മോനെ, ഇത് ടു ഡേഞ്ചറസ്. നല്ല വഴി കൂടി തന്നെ പോകാം.
പക്ഷെ റിച്ച് ആയല്ലോ അനുഷാദേ, തേങ്ങ ബിസിനസ് അല്ല എനിക്ക്. അനുഷാദേ വഴി ഇതാണോ? എത്ര രൂപ ഉണ്ടാവും ഇത് പൊളിച്ചിട്ട് കഴിഞ്ഞാല്? എത്ര രൂപ കിട്ടും? 68 ഒരു 100 റുപ്യ കിട്ടാം. 68 റുപ്യ. 68 1 കിലോ ഉണ്ടാവും ഒരു തേങ്ങ. 300 350 ഗ്രാം. 1 കിലോ തേങ്ങക്കാണേ 68. ഇതൊരു കിലോ ഉണ്ടോ? ഇത് രണ്ടും പാടെ 70 റുപ്യ പറഞ്ഞു. 100 വില പറഞ്ഞത് 600 ഇത് എത്ര ഉണ്ടാവും? ഇത് 300 150 ഉണ്ടാവും. 50 റുപ്യ കിട്ടിക്കോ. 60 റുപ്യ കിട്ടിക്കോ. 60 റുപ്യ. 60 റുപ്യ രണ്ടിനും പാടത്തോ? അതാ ഞാൻ പറഞ്ഞത് അത്ര വില പെരയിലെ ഒരു തേങ്ങ ഉണ്ടായി കൊണ്ട് വിറ്റോന്ന്. അതല്ല ഈ നോക്കണ്ട, ഈ വണ്ടിയുടെ പേരാണ് നോക്കണ്ടത്. ഈ വണ്ടിയുടെ പേരെന്തോ? ജസ് കുട്ടിപ്പ ടിപ്പോ ടിപ്പു എന്താണ് പേര്? ടിപ്പുന്റെ ഉണ്ട്. ഇത് നമ്മളെ കുഞ്ഞാന്റെ ഉണ്ട്. നല്ലൊരു വഴിയിലെത്തിരിക്കാണ്. ഇനി അടുത്ത് നമ്മളെങ്ങോട്ടാ പോണ അനുസരിച്ചേ നമുക്ക് നിറവ് പോയി ഓരോ ചായ കുടിച്ചിട്ട് നമ്മള് തിരിക്കും. ഓക്കെ, സമാപനമല്ല, ചായ കുടിച്ചിട്ട് നമ്മൾ അങ്ങനെ നമ്മള് നടന്ന് മെയിൻ റോഡിലേക്ക് എത്താനായി. ലൈറ്റ് ഒരുപാടായി. സമയം എത്രയായി? നല്ല ചൂട് ചായ ഒരു പഴംപൊരി. ചൂട് ചായയും ഒരു പഴംപൊരി. അവിടെ നല്ല ഇതുണ്ട് നേരത്തെ കടയിൽ, പൊക്കവട അടിപൊളിയാ. പുളിക്ക പോലെ നമുക്ക് പുളിക്ക കുറെ കടകളുണ്ട്. 3 കടകളുണ്ട്. വമ്പൻ കോമ്പറ്റീഷൻ. നമുക്ക് അങ്ങോട്ട് പോവാ. നമ്മൾ ഒരു നാടൻ ടച്ചുള്ള ചായക്കട ആയിക്കോട്ടെ. വല്യമ്മമാരുടെ അവിടെ നോക്കുന്നുണ്ട്. ഈ കാലത്തെ കുട്ടികൾക്ക് വരെ പിരാന്തേ ഫോൺ എടുത്ത് നടക്കുക. രവിയുടെ അയൽവാസിയാണ് ഞങ്ങള്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഒക്കെ ഒന്നും ഇപ്പം നടന്നിട്ടല്ലല്ലോ. അതെ അതെ, ഞങ്ങളിങ്ങനെ മഴ പെയ്തപ്പോ ഇങ്ങനെ കയറിയതാ. ഏതായാലും വല്ലപ്പോഴും ഒക്കെ നടക്കും. കാരുകുട്ടികളാ അച്ഛന്മാര് പറഞ്ഞിട്ടില്ല. കൂട്ടുപുറത്ത് കുട്ടികൾക്ക് ആരുടെയാ? പ്രഭാകരൻ. ഇത് രസമായിട്ട് അറിയാം. എന്താ ഗോപാലകൃഷ്ണൻ, കൃഷ്ണൻകുട്ടി. അതും അറിയാം. മറ്റേ മുഹമ്മദ് അലി അരിക്കാട്ടോ ഇവിടെ തേങ്ങ വിളിക്കാനൊക്കെ. നിങ്ങൾക്ക് എന്താ ചെയ്യണേ? ഒക്കെ അറിയുന്ന ആൾക്കാരായല്ലോ. ഇത് വരെ ആരോടെയാണ് ഇവിടെ പഴയ വീട് കുറച്ചുകൂടെ അങ്ങേപ്പുറത്താണ്. എന്തോ കുറച്ചൊക്കെ വലുതായപ്പോ ഒരു വലിയ വീടുകൾ ഉണ്ടാക്കില്ല. മറ്റേ ഞങ്ങള് റോഡിട്ട വീട് അതന്നെ അവിടെ വന്നിട്ടുണ്ട്. അവിടെ പിള്ളേരിയാനൊക്കെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. പണ്ട് അത് നിങ്ങളെ ഓർമ്മ ഉണ്ടാവില്ല. അവരൊക്കെ വയസ്സന്മാരെ പേരക്കുട്ടികളെ പ്രായം കൂടി ഉണ്ടാവില്ല ഇപ്പൊ നിങ്ങൾക്ക്. എന്റെ മൂത്ത പേരക്കുട്ടി അവിടെ ഞാൻ എന്താ പറയാൻ കാരണം വെച്ചാല് ബ്രില്യന്റിൽ ആളവള് ടീച്ചറായി പാലയില്. അവിടെ തന്നെ പോകണം. കോട്ടയാണല്ലോ. ഞാൻ ഫിസിക്സ് പറഞ്ഞോട് പറയട്ടെ. അപ്പൊ അവള് പോയിച്ചിട്ട് എല്ലാരും പോയിക്കോളന്നില്ല. ടീച്ചിങ്ങിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ പോയിട്ടും കാര്യം. അതെ അതെ. പിന്നെ PC ഒന്നും ഞങ്ങൾക്ക് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാ. കണ്ടതിൽ സന്തോഷം. ആരും അറിയില്ലാന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ പറഞ്ഞു വന്നപ്പോ അറിഞ്ഞില്ല. അതായത് നടന്നു കൊണ്ടും കാര്യമാണ്. നടക്കാനായിട്ട് ഇറങ്ങിയതാ. എന്നാ ചായ കുടിച്ചിട്ട് പോവാ. അല്ലല്ല, ഞങ്ങള് വേറെ ദിവസം വരണ്ട്. ഞങ്ങള് വേറെ ദിവസം വരണ്ട്. ശരി. വെൽഡിങ്ങിന്റെ ഒക്കെ സാധനങ്ങള് കോൺട്രാക്ട് എടുത്തിട്ട് ചെയ്യാം. നൈസ് കോൺവെർസേഷൻ. ഇതുണ്ടോ? മധുരം കുറവ്. ഈ കേക്ക് ഉണ്ടോ? ഇത് മതി. നുറുക്ക് വേണ്ട. എനിക്ക് ഇതെന്താ ഇതിനെന്താ പറയാ, വെട്ട് കേക്കോ? ഞാനുണ്ട്. നൈസ അജി കഴിച്ചോ? ഞാൻ അടുത്തുണ്ട്.
തിങ്കളാഴ്ച ഇലക്ഷൻ്റെ റിസൾട്ട് ആരെ ഞാനുണ്ട് പെട്ടെന്ന് കഴിഞ്ഞു അതാണ് അതിന്റെ വൈബ് എടുക്കണം അത് സോഫ്റ്റാണ് അതൊക്കെ സോഫ്റ്റ് ഉണ്ട് നാടൻ ചായ നാടൻ ചായ എന്താ ഇത് കേൾക്കാം നോക്കണേ എന്താ നെടുങ്കയം ആദിവാസി നഗറിലെ അങ്ങനെ ഒന്ന് ബാഡ് അടുത്ത് ഉറുക്കെടുക്കട്ടെ കറക്റ്റ് അളവാ കിട്ടില്ല ഓ കറക്റ്റ് അളവാട്ടോ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് അല്ല കറക്റ്റ് അളവ് കിട്ടുള്ളൂ പണ്ടത്തെ നേരെ പോണ് ഇന്നലെ ഒറ്റയ്ക്ക് സ്വർണ്ണൂര് പോയിരുന്നില്ല പട്ടാഞ്ചേരി പോയി അവലെ എന്ത് യാത്ര യാത്രകളാണ് ഈ യാത്രകൾക്ക് എന്തെങ്കിലും ഇന്നെ വിളിച്ചാത്ത ഞാൻ രണ്ടപ്പം കണ്ടത് രാവിലെ എന്നെ വിളിക്കാതെ എന്നെ കണ്ടിട്ട് നിർത്താതെ പോയത് ഞാൻ നിർത്താൻ പോയല്ലേ ഫോണിലെന്തില്ലേ ബൈക്കുമ്പോ പോകുമ്പോഴും പോകുന്നത് ഇരിക്കുമ്പോഴും പോകുന്നത് പിന്നെ എങ്ങനെയാ വിളിക്കുക അത് എവിടെയാണോ മറ്റേവിടെ കള്ളുഷാപ്പിന്റെ അവിടെ കുണ്ടില് ആളിങ്ങനെ കൊണ്ടുപോയി പോകുന്നു അതേപോലെ എന്തെങ്കിലുമൊക്കെ പറ്റിയാലെങ്ങനെ പറ്റണല്ല ഞാൻ ഞാൻ സേഫായിട്ട് ഹെൽമെറ്റ് വെച്ച് വളരെ ഹെൽമെറ്റ് ചോദിച്ചിട്ടില്ല പിന്നെ ഞാൻ പോയിട്ടാ എന്റെ തലയിൽ അമ്പലത്തിന്റെ അവിടുന്ന് ഒരു പരിപാടി ഉണ്ടായിരുന്നു നമ്മള് എല്ലാവരും പോവാണ് ഫാമിലിയൊക്കെ ഈ വഴി കൂടിയാണല്ലോ അന്ന് പോവാ പോയി വരുവാണ് പോയി വരികയാണ് അപ്പൊ ഞാൻ ചെറിയ ക്ലാസ്സിലാണ് പഠിക്കണേ അന്ന് നല്ല മഴയുള്ള ദിവസമാണ് രാവിലെ ഒക്കെ ഉണ്ട് അതിൽ ഞാൻ അങ്ങനെ പോയി ഞാൻ ഏറ്റവും ബാക്കിലാണ് തോന്നുന്നു അതിൽ എൻ്റെ കാലറിയാതെ ഈ സൈഡില്ലേ ഇതുണ്ട് ഇവിടുന്നല്ല കുറച്ച് ബാക്കിൽ കേട്ടോ ചവിട്ടിയിട്ട് ഞാൻ എന്താ ഒരു കാലം ഇതിലേക്ക് പോയി ചെയ്ത് ചെരുപ്പ് പോയി ആ കാലമത്തെ നല്ല വെള്ളം എന്നിട്ട് കുറെ തെരഞ്ഞു ചെരുപ്പ് പോയി പിന്നെ കാലെടുത്തപ്പോ ചെരുപ്പ് കാണാല്ല എന്നിട്ട് ചെരുപ്പ് കാണാല്ല കോമഡി എന്താ അറിയോ ഞങ്ങളെല്ലാരും തെരഞ്ഞു ടോർച്ചൊക്കെ അടിച്ച് തെരഞ്ഞു എവിടെയും കാണാല്ല ചെരുപ്പ് പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി ചെരുപ്പ് കിട്ടിയില്ല എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ അല്ലേ വീട്ടിൽ നിന്ന് ഞാൻ തിരിച്ചിങ്ങോട്ടന്നെ വന്നു ഇങ്ങോട്ടന്നെ വന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കിട്ടോ ചെരുപ്പ് അപ്പൊ ഈ പുല്ലിന്റെ അവിടെ ചെരുപ്പ് തിരിഞ്ഞു കിടക്കുന്നുണ്ട് അങ്ങനെ ചെരുപ്പ് കിട്ടി ഞാൻ സന്തോഷവാനായി റോഡ് എത്തിയില്ലേ ഇവിടെ സ്ഥലത്തിന്റെ മാർക്കറ്റ് കൂടി നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്
അടുത്ത വീഡിയോയുമായി